നമസ്കാരം. ആശാഷോസ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വേളാങ്കണ്ണി പള്ളിയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീപെരുമ്പത്തൂരിൽ ഇറങ്ങിയ കാര്യമാണ് സംസാരിച്ചത്. ഇന്നത്തെ യാത്ര വേളാങ്കണ്ണി പള്ളിയിലേക്കാണ്. തമിഴ്നാട്ടിൽ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം അവിടുത്തെ റോഡുകളാണ്. വളരെ മനോഹരമായ, വളരെ വലുപ്പത്തിലുള്ള, കുന്നും ചരിവും വളവും തിരിവും ഒന്നുമില്ലാത്ത നല്ല റോഡ്. അതിൻ്റെ ഇരുവശങ്ങളിലുമായി വലിയ തണൽ വൃക്ഷങ്ങൾ നിൽക്കുന്നു. വാളംപുളിയുടെ മരങ്ങളാണ് തണൽ വൃക്ഷങ്ങളായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ യാത്രയാണ് ഈ റോഡിലൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലെത്തി. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. വേളാങ്കണ്ണി പള്ളി വളരെ വലിയ ഒരു പള്ളിയാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എന്നാണ് വിശ്വാസം. വേളാങ്കണ്ണി പള്ളിയുടെ വെളുപ്പ് നിറമാണ് എന്നെ ആകർഷിച്ചത്. സാധാരണ പള്ളികളൊക്കെയും വെള്ള പൂശിയതാണ്, പല നിറങ്ങളിലൊക്കെ ഉണ്ട്. എങ്കിലും വളരെ വ്യത്യസ്തമായ വെള്ള നിറമാണ് ഈ വേളാങ്കണ്ണി പള്ളിക്ക്. എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നു, ഒരുപക്ഷെ അത് കടൽ തീരത്തായതുകൊണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടമായി മറ്റ് വൃക്ഷങ്ങളോ മറ്റു കെട്ടിടങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ വെള്ളനിറം ഇത്ര എടുത്തു കാണുന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരുപക്ഷെ സൂര്യപ്രകാശം അതുപോലെ കംപ്ലീറ്റായി ഈ പള്ളിയിൽ പതിക്കുന്നത് കൊണ്ടാണോ ഇത്ര വെള്ളനിറം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ ഒരു അസാധാരണമായ വെള്ളനിറമാണ് ഈ വേളാങ്കണ്ണി പള്ളിക്കുള്ളത്. വളരെ വിശാലമായ പള്ളി, മാതാവിൻ്റെ പള്ളിയാണ്. കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് പള്ളി എന്നാണ് വിശ്വാസം. ഈ പള്ളിയുടെ ഇരുവശങ്ങളിലായി കയറി പോകാവുന്നത് പോലെ വളരെ വിശാലമായ പടവുകളുണ്ട്. ആ പടവുകൾ കയറിയാണ് പള്ളിയിലേക്ക് നമ്മൾ പോവുക. ആ പള്ളിയുടെ അത്ര വലിയ പള്ളിയുടെ ആ വിശാലത, അതിൻ്റെ ചുറ്റുവട്ടത്തുമായി മറ്റൊരു കെട്ടിടങ്ങളുമില്ല, മറ്റൊരു വൃക്ഷങ്ങളുമില്ല. ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് പുറകിലായി കടലാണ്. അപ്പോൾ കടൽ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിന് ഒരുപക്ഷെ അതിനാലാണോ ഇത്രയധികം വെള്ള നിറം എന്ന് എനിക്കറിയില്ല. വെള്ളയല്ലാതെ വേറെ ഒരു നിറവും ആ പള്ളിയിൽ പൂശിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥനയൊക്കെ ചെയ്തു. അതിന് ആയിട്ട് അനുബന്ധമായി ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരി തന്നു. പള്ളിക്കുള്ളിൽ മെഴുകുതിരി കത്തിക്കണം പറഞ്ഞു. അവർ പള്ളിക്ക് ഉള്ളിലേക്ക് വരുന്നില്ല, എന്തോ കാരണമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ ഈ പള്ളിക്കുള്ളിൽ പോയി, എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമുണ്ട്. ഞാനും അവിടെ പോയി മെഴുകുതിരി കത്തിച്ചു. അത് കഴിഞ്ഞ് പള്ളിക്ക് ഉള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. തിരികെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ സഹപ്രവർത്തക എന്നോട് ചോദിച്ചു, എവിടെ മെഴുകുതിരി? ഞാൻ പറഞ്ഞു, മെഴുകുതിരി ഞാൻ അവിടെ കത്തിച്ചു വെച്ചല്ലോ, പള്ളിക്കുള്ളിൽ ഞാൻ കത്തിച്ചു മെഴുകുതിരി. സാധാരണ പള്ളികളിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ മെഴുകുതിരി പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ഞാൻ മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സഹപ്രവർത്തക പറഞ്ഞു, അത് അവിടെ കത്തിച്ച് വെക്കാനല്ലായിരുന്നു, അത് കത്തിച്ചതിന് ശേഷം ഇവർക്ക് വീട്ടിൽ കൊണ്ട് സ്ഥാപിക്കാനായിരുന്നു. അങ്ങനെയുള്ള ഒരു ആചാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വിശ്വപ്രസിദ്ധമായ ദേവാലയങ്ങളിൽ പോയി പൂജിച്ച സാധനം അത് തിരികെ വീട്ടിൽ കൊണ്ട് വയ്ക്കുക എന്നൊരു ആചാരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഞാനത് കത്തിച്ചു വെച്ചു. മെഴുകുതിരിയാണ്, അത് കത്തിത്തീർന്ന് കാണും തിരികെ വന്ന സമയം കൊണ്ട്. തിരികെ പോയി എടുക്കാനും പറ്റുകയില്ലാത്ത സാഹചര്യം ആയി. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയുള്ള വലിയ വിവരം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കണക്കുകൂട്ടി സഹപ്രവർത്തക
എന്നോടൊന്നും പറഞ്ഞില്ല. അത് അറിയാൻ മേലാത്തതല്ലേ, അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു. എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതലായി ഓർമ്മ വരിക, ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോയത് ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം തിരികെ കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ഓർക്കാതെ പോയതാണോ എന്നും എനിക്ക് ഓർമ്മയില്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നു. അതല്ലാതെ വേളാങ്കണ്ണിയിൽ പോയിട്ട് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. പള്ളിക്കകം പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പള്ളിയുടെ പുറകുവശത്തേക്ക് പോയി. പുറകുവശത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ്. കടൽ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കടലിൻ്റെ തിരയുടെ അടുക്ക പോയി കുറച്ചു നേരം നിന്നതിന് ശേഷം ഞങ്ങൾ തിരികെ പോന്നു. അങ്ങനെയായിരുന്നു വേളാങ്കണ്ണി പള്ളിയിലേക്കുള്ള യാത്ര. എന്തായാലും അത്ര വിശ്വപ്രസിദ്ധമായ ഒരു പള്ളിയിലേക്ക് പോകാൻ സാധിച്ചത് വളരെ ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള മറ്റു വിശേഷങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നമസ്കാരം.